ഹലോ വെൽക്കം ടു വിർച്വൽ ക്ലാസ് റൂം. PSC എക്സാംസിന് ആവശ്യമായിട്ടുള്ള ICRT ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു 7ാം ക്ലാസ്. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ചാപ്റ്റേഴ്സ് നമ്മൾ 4 ചാപ്റ്റേഴ്സ് വരെ ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുള്ളത്. 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും 9ാം ക്ലാസ്സും ടെക്സ്റ്റ് ബുക്ക് ഈ വർഷം മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി എടുക്കുന്ന ക്ലാസ്സസൊക്കെ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ 4 ചാപ്റ്റേഴ്സ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ വീണ്ടും എടുക്കുന്നില്ല, കാരണം വലിയ ചേഞ്ചസ് ഒന്നുമില്ല. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇൻഫർമേഷൻസ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 3ാമത്തെ ചാപ്റ്ററാണ്, വൈദ്യുതിയുടെ ലോകം എന്ന് പറയുന്നത്. പഴയ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇത് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെ ക്ലാസ്സസ് എടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിൽ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. ടോട്ടൽ ഇതും കൂടെ കഴിയുമ്പോൾ നമ്മൾ 5 ചാപ്റ്റേഴ്സ് ബേസിക് സയൻസിലേക്ക് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ കൂടുതലും എക്സ്പെരിമെൻറ്റുകൾ തന്നെയാണ് വരുന്നത്. കാരണം 7ാം ക്ലാസ് ആയതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ എക്സ്പെരിമെൻറ്റിലൂടെയാണ് കൺക്ലൂഷനിലേക്ക് എത്തുന്നത്. പക്ഷേ നമുക്ക് ജസ്റ്റ് കൺക്ലൂഷൻസ് മാത്രം പഠിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ കൺക്ലൂഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യം തന്നെ പറയുന്നത് വൈദ്യുത സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ലുകൾ തുടങ്ങി വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളെയാണ് നമ്മൾ വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്, അല്ലേ? വൈദ്യുത സ്രോതസ്സ് എന്ന് വെച്ചാൽ വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ്. വൈദ്യുത സെല്ലുകൾ, ജനറേറ്റർ, സോളാർ സെല്ല് ഇവയൊക്കെ എന്താണ്? വൈദ്യുത സ്രോതസ്സുകളാണ്. പിന്നെ ടെക്സ്റ്റിൽ അടുത്ത കാര്യം പറയുന്നത് വൈദ്യുതിയുടെ ഒരു ലഘു ചരിത്രം കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാം. വൈദ്യുതി പ്രകാശം, താപം, ശബ്ദം തുടങ്ങിയവ വിവിധ ഊർജ്ജ രൂപങ്ങളാണ്. വളരെയധികം ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഊർജ്ജരൂപമാണ് വൈദ്യുതി. ഒരു തരം മരക്കര ഉറച്ചു ഉണ്ടാകുന്ന ആംബർ എന്ന പദാർത്ഥം കമ്പിളിയിൽ ഉരസുമ്പോൾ തലമുടി പോലുള്ള വസ്തുക്കളെ ആകർഷിക്കുന്നുണ്ടെന്ന് പുരാതന ഗ്രീക്കുകാർ മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് അനേകം ആളുകൾ അനേകകാലം നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള വൈദ്യുത ഉൽപ്പാദനവും അവയുടെ ഉപയോഗവും സാധ്യമായത്. പിന്നെ നമുക്ക് ഇതിൽ നോക്കാനുള്ള ഒരു കാര്യം ഈ ഫുൾ ഫോമുകളാണ്. LED അതേപോലെ CFL അതിൻ്റെയൊക്കെ ഫുൾ ഫോം എന്താണെന്നുള്ളതൊന്ന് പഠിച്ചു വയ്ക്കാം, കാരണം അങ്ങനെ ചോദിച്ച് കാണാറുണ്ട്. LEDൻ്റെ ഫുൾ ഫോം വരുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. പിന്നെ CFL ആണെങ്കിൽ കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്നുമാണ്. അപ്പോൾ അത് രണ്ടൊന്ന് നോക്കി വെക്കുക. നമുക്ക് ഓപ്ഷൻസ് കുറച്ചുകൂടി കൺഫ്യൂസിങ് ആക്കി തന്നിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പഠിച്ചു വെക്കുക. LEDൻ്റെ ഫുൾ ഫോം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നും CFLൻ്റെത് കോമ്പാക്ട് ഫ്ലൂറസെൻറ്റ് ലാമ്പ് എന്നുമാണ്. ഇനി നമുക്ക് വൈദ്യുത സർക്യൂട്ട് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് സർക്യൂട്ട് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് വൈദ്യുത സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് വൈദ്യുത സ്രോതസ്സ്, ചാലക കമ്പി, ഒരു വൈദ്യുതോപകരണം എന്നിവ ഉണ്ടായിരിക്കും. അപ്പോൾ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത് വൈദ്യുത സ്രോതസ്സിൽ നിന്ന് ഏത് ഉപകരണമാണോ നമുക്ക് പ്രവർത്തിപ്പിക്കേണ്ടത് ആ ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ആ ഒരു ക്രമീകരണത്തെയാണ് വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു വൈദ്യുത സ്രോതസ് ഉണ്ടായിരിക്കും, പിന്നെ ഒരു വൈദ്യുത ഉപകരണം ഉണ്ടായിരിക്കും, പിന്നെ അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ചാലക കമ്പിയും ഉണ്ടായിരിക്കും. ഇനി സർക്യൂട്ട് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും ഉണ്ട്. അടഞ്ഞ സർക്യൂട്ടും തുറന്ന സർക്യൂട്ടും. ഒരു സർക്യൂട്ട് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞ സർക്യൂട്ടാണ്. സർക്യൂട്ട് പൂർത്തിയായിട്ടില്ലെങ്കിൽ അത് തുറന്ന സർക്യൂട്ടാണ്. അടഞ്ഞ സർക്യൂട്ടിൽ മാത്രമേ ഉപകരണങ്ങൾ പ്രവർത്തിക്കൂ. അത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് അതേ ഉള്ളൂ. 2 ടൈപ്പ് ഉണ്ട്. ക്ലോസ്ഡ് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും ഉണ്ടായിരിക്കും. അതിൽ വൈദ്യുത ഉപകരണം പ്രവർത്തിക്കുന്നത് ക്ലോസ്ഡ് സർക്യൂട്ടിൽ മാത്രമായിരിക്കും. ഇനി പറയുന്നത് സ്വിച്ചാണ്. ആവശ്യമുള്ളപ്പോൾ സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കി മാറ്റാനുള്ള ഉപകരണമാണ് സ്വിച്ച്. നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു സർക്യൂട്ട് അടഞ്ഞതാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ ആ ഒരു വൈദ്യുത ഉപകരണം പ്രവർത്തിക്കുള്ളൂ. ഓപ്പൺ ആവുമ്പോൾ പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആ ഒരു സർക്യൂട്ട് അടഞ്ഞതോ തുറന്നതോ ആക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇത് സ്വിച്ച് എന്ന് പറയുന്നത്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ സർക്യൂട്ട് അടഞ്ഞതാകും. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു ഉപകരണം പ്രവർത്തിക്കും. സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ സർക്യൂട്ട് തുറന്നതാവും. അപ്പോൾ ആ ഉപകരണം പ്രവർത്തിക്കില്ല. ഇനി വിവിധ തരം സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. പല സന്ദർഭങ്ങളിൽ വിവിധ തരം സ്വിച്ചുകൾ നാം ഉപയോഗിക്കുന്നുണ്ട്. അവ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഇമേജിലുള്ളത് സാധാരണ സ്വിച്ച്. പിന്നെ ഉള്ളത് 2-വേ സ്വിച്ച്. 2-വേ സ്വിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ഒരു റൂമിൽ തന്നെ 2 സ്വിച്ചസ് ഉണ്ടായിരിക്കും. ഒരു ലൈറ്റിന് തന്നെ 2 സ്വിച്ചസ് ഉണ്ടായിരിക്കില്ലേ? ഇവിടെ നിന്നും നമുക്ക് ലൈറ്റ് ഇടാൻ വേണമെങ്കിൽ അപ്പുറത്തുനിന്ന് ഓഫ് ചെയ്യാം. അങ്ങനെയുള്ളതിനാണ് 2-വേ സ്വിച്ച് എന്ന് പറയുന്നത്. പിന്നെ ബെൽ സ്വിച്ച് ഉണ്ട്, പുഷ് ബട്ടൺ സ്വിച്ച് ഉണ്ട്, സ്ലൈഡിംഗ് സ്വിച്ച് ഉണ്ട്, മെയിൻ സ്വിച്ച്. ഇതൊക്കെ ടൈപ്സ് ഓഫ് സ്വിച്ചസ് ആണ്. ജസ്റ്റ് നോക്കി വെക്കുക. പിന്നീട് നമുക്ക് പഠിക്കാനുള്ള കാര്യം വരുന്നത് ചാലകങ്ങളും ഇൻസുലേറ്ററുകളുമാണ്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ.
വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്ററുകൾ. അത് പഠിച്ചു വെക്കണേ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ ചാലകങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ ഇൻസുലേറ്ററുകളുമാണ്. ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, ജലം തുടങ്ങിയവ വൈദ്യുത ചാലകങ്ങളാണ്. അതായത് വൈദ്യുതി കടത്തിവിടുന്നവയാണ് ഏതൊക്കെ? ഇരുമ്പ്, സ്വർണം, ചെമ്പ്, സ്റ്റീല്, ഗ്രാഫൈറ്റ്, ജലം എന്നിവയൊക്കെ പഠിച്ചു വയ്ക്കണേ. പിന്നെ ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി തുടങ്ങിയവ ഇൻസുലേറ്ററുകളാണ്. ഇവയൊന്നും എന്ത് ചെയ്യുന്നില്ല? വൈദ്യുതി കടത്തിവിടുന്നില്ല. ഇൻസുലേറ്ററുകൾക്ക് ഉദാഹരണമാണ് ഉണങ്ങിയ മരക്കഷ്ണം, കടലാസ്, പ്ലാസ്റ്റിക്, തുണി എന്നിവ. ഇതൊന്നും മനസ്സിലാക്കി വയ്ക്കാം. ഇനി ലോഹങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥങ്ങളാണ് ലോഹങ്ങൾ. ഇരുമ്പ്, ചെമ്പ്, വെള്ളി, സ്വർണം, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ തുടങ്ങി അനേകം ലോഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോഹങ്ങളെല്ലാം സാധാരണ അന്തരീക്ഷ താപനിലയിൽ ഖരാവസ്ഥയിലാണ്. എന്നാൽ മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം, നോട്ട് ചെയ്ത് വെക്കാം. ബാക്കി എല്ലാ ലോഹങ്ങളും ഖരാവസ്ഥയിലാണ് സാധാരണ താപനിലയിൽ ഉണ്ടായിരിക്കാം. പക്ഷെ മെർക്കുറി എന്താണ്? ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയുടെ ചാലകങ്ങളാണ്. ലോഹങ്ങളുടെ കണ്ടെത്തലും ഉപയോഗവും മനുഷ്യജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിൽ നിന്ന് താമ്രശിലായുഗത്തിൽ എത്തിയപ്പോൾ ഉപകരണങ്ങളിലും കൃഷിയിലും സമൂഹ ജീവിതത്തിലും വന്ന മാറ്റം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, മെർക്കുറി ദ്രാവകാവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ എല്ലാ ലോഹങ്ങളും എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. അപ്പോൾ ഈ ലോഹങ്ങളുടെ പേര് നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. അപ്പം ഇതിലുള്ള ഏതെങ്കിലും കൊടുത്തിട്ട് അലൂമിനിയം ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചാലകമാണോ അതോ ഇൻസുലേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എല്ലാ ലോഹങ്ങളും എന്താണ്? ചാലകങ്ങളാണ്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ സർക്യൂട്ട് വരയ്ക്കുന്ന ടൈമിൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കളെ സൂചിപ്പിക്കാനുള്ള ഓരോ ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും PSCക്ക് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. മേ ബി ചോദിച്ചാൽ ഇനി മാർക്ക് കളയണ്ട. ചാലക കമ്പി എങ്ങനെയാണ്? അതിൻ്റെ ചിഹ്നം ഒരു നേർരേഖയായിട്ടാണ് കൊടുത്തത്. പിന്നെ സ്വിച്ച് ഓഫ് ആയിട്ടുള്ള സ്വിച്ച് ഉണ്ട്, സ്വിച്ച് ഓൺ ആയിട്ടുള്ള സ്വിച്ച്, സെല്ല്, ബാറ്ററി, പ്രകാശിക്കാത്ത ബൾബ്, പ്രകാശിക്കുന്ന ബൾബ്, ബസർ, മിനി മോട്ടോർ, LED ഇവയുടെയൊക്കെ സർക്യൂട്ടിൽ വരയ്ക്കുന്ന ചിഹ്നങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. ഇനി വൈദ്യുത ഷോക്ക് എന്താണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ശരീരത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ ഷോക്ക് ഏൽക്കുന്നു. ജീവനുള്ള കോശങ്ങളിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ശരീരം എന്താണ്? വൈദ്യുത ചാലകങ്ങളാണ്. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷൻ ഇല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സോ ശരീരവുമായി സമ്പർക്കത്തിലെത്തുമ്പോൾ വൈദ്യുതാഘാതം സംഭവിക്കുന്നു. ഇത് ചില സമയങ്ങളിൽ ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുന്നു. വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ്. ഇനി മിന്നലും വൈദ്യുതിയും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുത ചാർജ് ഉണ്ടാകാറുണ്ട്. മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. അപ്പം എന്താണ്? മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ അല്ലെങ്കിൽ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നൽ ഉണ്ടാവാനുള്ള കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹത്തിനാലാണ് മിന്നലേറ്റ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഇങ്ങനെ ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്ന് അറിയില്ലേ? നമ്മൾ ഡയറക്റ്റ്ലി അവരെ പോയി സ്പർശിക്കരുത്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭങ്ങളിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്ക് ഏറ്റയാളെ സർക്യൂട്ടിൽ നിന്നും തള്ളി മാറ്റണം. ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ചാലകങ്ങൾ ഏതൊക്കെയാണ്, ഇൻസുലേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമ്മൾ വൈദ്യുതി കടത്തിവിടുന്ന വസ്തു ഒരിക്കലും ഉപയോഗിക്കരുത്. അല്ലാത്ത വൈദ്യുത ചാലകമല്ലാത്ത ഇൻസുലേറ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനായിട്ട് ഉപയോഗിക്കാം. അവരെ തള്ളി മാറ്റാണ് വേണ്ടത്. ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തിയെ ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഒരാൾക്ക് ഷോക്കേറ്റാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ ജനറേറ്റർ പറ്റി പറയുന്നുണ്ട്. പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത്. ജനറേറ്ററിൽ രാസോർജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമായിട്ടുമാണ് മാറുന്നത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. അപ്പോൾ ഒന്നുകൂടി നോക്കി വെക്കുക. ജനറേറ്ററിൽ പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ഇനി അതിൽ എങ്ങനെയാണ് ഊർജ്ജമാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, രാസോർജം ആദ്യം എന്താകും? യാന്ത്രികോർജ്ജമായി മാറും. പിന്നീട് വൈദ്യുതോർജ്ജവുമായിട്ടാണ്
മാറുന്നത്. ഇനി ലാസ്റ്റ് പോർഷനിൽ പറയുന്നത് ജലവൈദ്യുത നിലയത്തെ പറ്റിയിട്ടാണ്. ജലവൈദ്യുത നിലയങ്ങളിലെ ജനറേറ്ററുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു, ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനുകളിലൂടെ വിവിധ സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ജലവൈദ്യുത നിലയങ്ങളിലൊക്കെ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ആ ഇമേജിൽ കൊടുത്തിട്ടുണ്ട് ഡാമും ടർബൈനും ഒക്കെ എവിടെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ ലഭിക്കുന്ന വൈദ്യുതിയുടെ ഭൂരിഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിലാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. കേരളത്തിൽ ലഭിക്കുന്ന ഭൂരിഭാഗം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇടുക്കിയിലെ ജലവൈദ്യുത നിലയത്തിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള മറ്റ് സാധ്യതകൾ കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ നമുക്ക് താപവൈദ്യുത നിലയം ഉണ്ടാക്കാം, ആണവോർജ്ജ നിലയം, കാറ്റാടിപ്പാടം, ഇതിലൂടെയൊക്കെ എന്ത് ചെയ്യാം? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. കൽക്കരി, ഡീസൽ എന്നീ ഇന്ധനങ്ങൾ ഉപയോഗിച്ചും കാറ്റിൻ്റെയും തിരമാലയുടെയും ശക്തി ഉപയോഗിച്ചും ആണവോർജ്ജം ഉപയോഗിച്ചും വിവിധ രീതിയിൽ നമ്മുടെ രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. കൂടുതലും ഒരു എക്സ്പെരിമെൻറ്റ് വരുന്നതുകൊണ്ട് ഒരു ലെങ്തി ചാപ്റ്റർ ആണ്. നമുക്ക് പോയിന്റുകൾ വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ്, ചാലകങ്ങൾ, പിന്നെ ഇൻസുലേറ്റർ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. പിന്നെ ജലവൈദ്യുത നിലയത്തിൽ എങ്ങനെയാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, ലോഹങ്ങളെ പറ്റി പറഞ്ഞു. അങ്ങനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ പാർട്ട് 2 ആണ് നമുക്ക് വരുന്നത്. പാർട്ട് 2ൻ്റെ ടെക്സ്റ്റ് റിലീസ് ആയതിനു ശേഷം എന്ത് ചെയ്യാം? നമുക്ക് പഠിക്കാം. പിന്നെ നമ്മൾ സോഷ്യൽ സയൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. എല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി ലേണിംഗ്.